ഹലോ ഗായ്സ്, അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പത്ത് ചൂടോടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 3 സ്പൂൺ മൈദപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം എനിക്ക് കണക്ക് പറയാൻ അറിയത്തില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, എന്നാൽ ഒത്തിരി ലൂസും അല്ല ഒത്തിരി കട്ടിയുമല്ല, ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങ് ഇളക്കണം കേട്ടോ. ഇതിനെ അങ്ങ് ഇളക്കി കുറച്ച് നേരം ഇളക്കണം. നമ്മൾ ഇളക്കി അത് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു പരുവം എത്തുന്നവരെ ഇതിനെ അങ്ങ് ഇളക്കുക. ഇളക്കിയിട്ട് ഞാൻ ഇതിനെ അടച്ച് മാറ്റി വയ്ക്കും. ഞാൻ സാധാരണ ഇപ്രാവശ്യം ഞാൻ ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ 3 മണിക്കൂർ മാറ്റി വെച്ച് പിന്നെ നമുക്ക് ഏത്തപ്പഴം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ ചെറുതായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് ഇതുപോലെ എണ്ണയിൽ മുക്കി വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല, കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എന്തുവാണെങ്കിലും നല്ല മുരാന്നുള്ള പഴംപൊരി റെഡിയാണ്. എങ്ങനെയുണ്ട് ഉണ്ണിമ്മ? കൊള്ളാം. സൂപ്പറാണോ?